വർക്കിംഗ് ഡെയിലി വരുന്നത്. അതെ 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 അതെ. ചേട്ടൻ വ്യത്യസ്തമായാണ് തയ്യൽ മെഷീൻ റെഡിയാക്കി നടക്കുന്നത്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ചോദിക്കാം. ചേട്ടാ ഇപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഞാൻ ഇപ്പം പിന്നെ തയ്യൽ മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ട്. കുറേ നാളായി. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ ബാംഗ്ലൂർ ആയിരുന്നു, ബാംഗ്ലൂർ മൈസൂർ അവിടെ അല്ലേ ഈ തയ്യൽ മെഷീൻ്റെ ഇതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞോട്ട് പോന്നു. ഇപ്പോൾ ഇവിടെ തന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം 26 വർഷം ആകുന്നു മൊത്തം വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. 27-ാമത്തെ വർഷം പിന്നെ ആകുന്നു ഈ വർക്ക് തുടങ്ങിയിട്ട്. പിന്നെ വർക്ക് അത്യാവശ്യം വർക്കൊക്കെ ഉണ്ട്. നിങ്ങളെപ്പോലെയുള്ളവരുടെ സഹകരണം എല്ലാം കൊണ്ട് വർക്കൊക്കെ ഇഷ്ടം പോലെ പോകുന്നുണ്ട്. ഈ ഏരിയയിൽ എല്ലായിടത്തും ഈ സൈക്കിളിൽ നടന്നാണ് ചെയ്യുന്നത്? അതെ, ഈ ഏരിയയിൽ ഞാൻ കായംകുളം വരെയൊക്കെ വർക്കിന് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ സൈക്കിള് കായംകുളം വരെയൊക്കെ പോകും അല്ലേ? അതെ 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 അതെ, കായംകുളം ഒക്കെ പോവും. പിന്നെ അതുകൂടാണ്ട് പിന്നെ വിളിച്ച് കഴിയുമ്പോഴേക്കും ഒരു സ്ഥലത്ത് ദൂരം 1-2 മെഷീനൊക്കെ ഉണ്ടെങ്കിൽ ദൂരം അങ്ങോട്ട് പോവുള്ളൂ. പിന്നെ ചെറിയ വർക്കിന് വേണ്ടി ദൂരം പോകുകയില്ല, വലിയ വർക്കാണെങ്കിൽ പോവുള്ളൂ. കാര്യം അവിടെ ചെന്നിട്ട് തീരെ ചെറിയ വർക്കിന് പോയി കഴിഞ്ഞാൽ നമുക്ക് മുതലാകുകയില്ല. കായംകുളം വരെയൊക്കെ ഈ സൈക്കിളിന് പോകും? അതെ 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 അതെ. ഇവിടെ എല്ലാം ഈ സൈക്കിളിലാണല്ലേ പോയി? അതെ 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 അതെ. ഈ സൈക്കിൾ ഇങ്ങനെ വ്യത്യസ്തമാക്കി നടക്കാനുള്ള ഒരു ആശയം എങ്ങനെ വന്നു? ഇത് നമ്മൾ ഇപ്പം പിന്നെ ഇപ്പം തമിഴ്നാട്ടിലൊക്കെ ഓരോ സാധനങ്ങൾ വിളിച്ചു പറഞ്ഞുണ്ടാവും. ഒന്ന് മൈക്ക് ഇവിടെ വിളിച്ചു പറഞ്ഞുണ്ടാവും വണ്ടിയിലൊക്കെ. അവരൊക്കെ ചിലപ്പോൾ പോകാൻ നേരത്തെ ഇങ്ങനെ മത്തിമീനെ എന്ന് വേറെ വിളിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് കാര്യം എന്നാ ഇത് കണ്ടപ്പോൾ നല്ല കച്ചവടം നല്ല ഇതും നടക്കുന്നുണ്ട്. എനിക്ക് മൈക്ക് വയ്ക്കാൻ എനിക്കൊരു മാനസിക ബുദ്ധിമുട്ട് കൊണ്ട് അന്നേരം ഒരു വെറൈറ്റിയാണ് അവരുടെ ഇത്. അന്നേരം എൻ്റെ മനസ്സിൽ എന്നിട്ട് ഒരു വെറൈറ്റി ആയിട്ട് സംഭവം വേണം എന്ന് വിചാരിച്ച് അങ്ങനെ സൈക്കിളാക്കിയതാണ്. ഈ സൈക്കിളിൽ ബോർഡ് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിക്കുന്നുണ്ട്. എന്നിട്ട് ചില ആൾക്കാരൊക്കെ ചോദിക്കും പച്ചയടിക്കാൻ മേലെ എന്നൊക്കെ ചോദിക്കും, മഞ്ഞടിക്കാൻ. അന്നേരം എനിക്ക് അങ്ങനെ കളറിലൊന്നും കാര്യമില്ല, പെട്ടെന്ന് തിരിച്ചറിയണം നമുക്ക്. കളർ തിരിച്ച് അറിഞ്ഞാൽ അന്നേരം പറഞ്ഞാൽ എന്താണോ വരുന്നത് അത് തന്നെ യൂണിഫോം, ഇതിൻ്റെ ഡ്രസ്സിൻ്റെ യൂണിഫോമാണ്. അത് നമുക്കറിയാൻ പറ്റും. വേറെ ആരെങ്കിലും വരുമ്പോഴേക്ക് എന്താണ് ഒരു വ്യത്യസ്തമായ ഒരു ഇതുകൊണ്ട് ബോർഡ് നമുക്കായിരിക്കുള്ളത് അവർ ഒപ്പിച്ച് തരും. അതാണ് ഇതിനുള്ള ആശയം. അതെ 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 അതെ. എല്ലാ ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിട്ടുണ്ടല്ലേ? എല്ലാ ഡീറ്റെയിൽസും നമ്പറും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതെ അതെ അതെ. അപ്പോൾ എത്ര ആളെ ഈ തയ്യൽ മെഷീൻ ഫീൽഡിലോട്ട് ഇറങ്ങിയിട്ടോ ചേട്ടൻ? പിന്നെ മൊത്തം പറയുവാണെങ്കിൽ 28 വർഷമായിട്ടുണ്ട്. 27 വർഷമായിട്ട് ഞാൻ വർക്കിലേക്ക് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ തൊട്ടിരിക്കുന്ന സൈക്കിളിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പണി ഇല്ലായിരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പൈസ തിരിച്ചു കൊടുക്കും. പിന്നെ ചെയ്യുന്ന വർക്കിന് മനസ്സാക്ഷി വാറണ്ടി ഉണ്ട്. നിങ്ങൾ തരുന്ന പൈസയ്ക്ക് എൻ്റെ മനസ്സിലൊരിതുണ്ട്, അവരെത്ര രൂപ മുടക്കിയതാണ്, എന്നിട്ട് അതിന് പോയി ചെയ്തു കൊടുക്കേണ്ടതാണ്. അത് ഫ്രീ ആയിരിക്കും. അത് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പം സമൂഹത്തിന് വേണ്ടി പറയാനാണെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു കാര്യമുണ്ട്. കാരണം ഞാനൊരു സ്ഥലത്ത് ഇതുപോലെ വർക്കിന് വെച്ച് വന്നപ്പോഴേക്കും അവർ എന്നോട് ചോദിച്ചു, ഒരു വലിയ കുഴപ്പമില്ലാത്തൊരു വീടാണ്. കാരണം എന്നോട് ചോദിച്ച് മിഷൻ റിപ്പയറിന് വന്നാണോ അവിടുത്തെ അദ്ദേഹം പിന്നെ ചോദിച്ചു. 65-70 വയസ്സടുത്ത് വരും. എൻ്റെ മിഷൻ റിപ്പയറിനോ? അതെ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, എനിക്കൊരു 100 രൂപ കൂടുതൽ തരണേ, അത് ഇവിടെ നിന്ന് കൂടുതൽ വാങ്ങിച്ചോ, എനിക്കൊരു 100 രൂപ കൂടുതൽ തരണം. ഞാൻ പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും ഞാൻ വാങ്ങിക്കുന്ന ആളല്ലെന്ന് ഞാൻ പറഞ്ഞു. അത് നമുക്കത് മതിയെന്ന്. അല്ല എനിക്കൊരു 100 രൂപ കാണും, മോനൊന്നുമില്ല നഷ്ടം വരികയില്ല, നമ്മൾ കുഴപ്പമില്ല, അത് ശരിയായിക്കൊള്ളാം. അന്നേരം ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പം ഞാൻ അന്നേരം തന്നെ അവിടുത്തെ പൈസ പറഞ്ഞു, അവരുടെ പൈസ തരികയും ചെയ്ത്. അപ്പം ഞാൻ അന്നേരം എനിക്കൊരു തോന്നില്ല, വെള്ളം അടിക്കാനോ വല്ലോ ഇങ്ങനെ എന്തെങ്കിലും. പിന്നെ ഞാൻ ചോദിച്ചു എന്തിനാണ് പൈസ? മോനെ അതെ കൊച്ചുമക്കളൊക്കെ ഉണ്ട്, എൻ്റെ ഈ പൈസ ഒന്നുമില്ല, ചിലപ്പോൾ എന്തെങ്കിലും ചോദിക്കും വാങ്ങിച്ചു കൊടുക്കാനായിട്ട് എൻ്റെ ഈ കാണുകയില്ല. പിള്ളേരൊന്നും കുഴപ്പമില്ല, എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നമ്മുടെ കയ്യിലേതായ രീതിയിൽ ഒരു 10 രൂപ നമ്മുടെ കയ്യിൽ വേണ്ട. ഇപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി ഇപ്പോൾ എനിക്ക്. അന്നേരം മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പനാണ് അവർക്കെന്തിനാണ് പൈസ, മരുന്ന് സാഹചര്യത്തിന് അവരെല്ലാം ഉണ്ട് എന്നുള്ള ഇതല്ലാണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അപ്പൻ്റെ കയ്യിലോ അച്ഛൻ്റെ കയ്യിലോ കൊടുക്കണം. അവർക്കും ആഗ്രഹം കാണും കൊച്ചുമക്കൾക്കൊന്നും വാങ്ങിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു മനസ്സ് നമ്മുടെ ഇല്ലാതെ ആയിപ്പോയില്ലൊന്ന് സങ്കടം ഉണ്ടാകും. അതങ്ങനെ ആക്കിയെടുക്കാതിരിക്കാൻ വേണ്ടി അമ്മൂമ്മയ്ക്കാണേലും ആർക്കാണേലും ശരി ഒരു 10 രൂപ അവരുടെ കൈ കൊടുക്കണം. പണിയൊന്നുമില്ല, വീട്ടിലുള്ള അച്ഛനും അമ്മയുടെയും നമ്മൾ പണിയെടുക്കുമ്പോൾ 10 രൂപ കൊടുക്കുന്നു. അതെ, അവരുടെ കൊടുക്കുന്നു. അപ്പൂപ്പങ്ങ എന്നെ കാണുമല്ലോ, അവർക്കാണ് ചിലപ്പോൾ പിന്നെ പൈസ ഒന്നും ഇല്ലാതെ വരുന്നത്. ആഗ്രഹം ഉണ്ടാവാതെ. ഏതൊക്കെ റൂട്ടിലായിരിക്കും ഈ പോണത് ഈ സൈക്കിളും കൊണ്ട്? ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ ഏതൊക്കെ റൂട്ടിലേക്കാണ് സ്ഥിരം ഇതുമായിട്ട്? ചേർത്തല തന്നെ പോകാറുണ്ട്. പിന്നെ ഇവിടെ അർത്തിങ്കി പോകാറുണ്ട്. അറവുകാട്, അതായത് പിന്നെ 2 അറവുകാടുണ്ട്. ഒന്ന് പിന്നെ ആലപ്പുഴ അറവുകാട്, അവിടെ പിന്നെ കുറവന്തോട്, വണ്ടാനം, അതൊക്കെ വർക്കിന് പോകുന്നു. ഇവിടെയൊക്കെയാണ് സ്ഥിരം ചേട്ടൻ കാണുന്നത് സൈക്കിളും കൊണ്ട്? അതെ.